വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന 2024-2025 വർഷത്തിൽ എന്താണ് യൂണിയൻ ബഡ്ജറ്റാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം 18ാമത്തെ ലോക്സഭ എന്ത് ചെയ്തു, ഇലക്ഷൻ കഴിഞ്ഞ് എന്ത് ചെയ്തു, അധികാരത്തിലേക്ക് എത്തി. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ എന്ത് ചെയ്തു, പുതിയ ബഡ്ജറ്റ് എന്ത് ചെയ്തു, അവതരിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ബഡ്ജറ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ബഡ്ജറ്റിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മേഖലകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും കാലം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റുകളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2019 നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏകദേശം 2 മണിക്കൂറും 15 മിനിറ്റും, ഏകദേശം 135 മിനിറ്റ് ആയിരുന്നു. 2020 അത് 2 മണിക്കൂറും 42 മിനിറ്റുമായിരുന്നു, ഏകദേശം 162 മിനിറ്റുകളായിരുന്നു. ആൻഡ് 2021 1 മണിക്കൂറും 40 മിനിറ്റും, ഏകദേശം 100 മിനിറ്റ് ആയിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 2022 അത് 1 മണിക്കൂറും 30 മിനിറ്റും, ഏകദേശം 90 മിനിറ്റുകളായിരുന്നു. ആൻഡ് 2023 1 മണിക്കൂറും 27 മിനിറ്റും, ഏകദേശം 87 മിനിറ്റ്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റാണ് ഏറ്റവും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. 2024 അവതരിപ്പിച്ച ഈ ബഡ്ജറ്റായിരുന്നു ഏകദേശം എന്താണ് 1 മണിക്കൂറും 25 മിനിറ്റും, ഏകദേശം 85 മിനിറ്റുകൾ മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി നമ്മൾ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ ഇപ്രാവശ്യം ഏതൊക്കെ മേഖലകൾക്കാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ പ്രധാനമായിട്ടും 9 മേഖലകൾക്കാണ് ഇപ്രാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, പ്രൊഡക്ടിവിറ്റി ആൻഡ് റിലയൻസൻസ് ഇൻ അഗ്രികൾച്ചർ. 2, മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ്. 3, ഇൻഫ്രാസ്ട്രക്ചർ. 4, എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കില്ലിംഗ്. അർബൻ ഡെവലപ്മെൻറ്റ്. ഇന്നൊവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. എനർജി സെക്യൂരിറ്റി. നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ്. ഇങ്ങനെ 9 പില്ലേഴ്സാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി ഈ ബഡ്ജറ്റ് പ്രകാരം ഇന്ത്യക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കിട്ടുന്ന ഓരോ രൂപയും എത്ര ശതമാനമാക്കി തിരിക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1% എമൗണ്ട് വരുന്നത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. 27% വരുന്ന ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. 17% വരുന്ന കോർപ്പറേഷൻ ടാക്സ്. 19% എമൗണ്ട് വരുന്ന ഇൻകം ടാക്സിൽ നിന്നാണ്. 4% എമൗണ്ട് കസ്റ്റംസിൽ നിന്നും. 5% എമൗണ്ട് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസിൽ നിന്നും. 18% എമൗണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആൻഡ് അതർ ടാക്സസിൽ നിന്നും. 9% എമൗണ്ട് നോൺ ടാക്സ് റെസിപ്റ്റ്സ് എന്നാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി ഗവൺമെൻറ്റിന് കിട്ടിയ ഈ എമൗണ്ട് ഗവൺമെൻറ് എങ്ങനെയാണ് ചിലവഴിക്കുന്നത്, അതായത് 1 രൂപ ഗവൺമെൻറ് ചിലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ മേഖലകൾക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഗവൺമെൻറ് 4% എമൗണ്ട് ചിലവഴിക്കുന്ന പെൻഷൻസിന് വേണ്ടിയിട്ടും, 9% എമൗണ്ട് ചിലവഴിക്കുന്ന അതർ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടും, 8% ചിലവഴിക്കുന്ന സെൻട്രലി സ്പോൺസേഡ് സ്കീമുകൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ 16% എമൗണ്ട് ചിലവഴിക്കുന്ന സെൻട്രൽ സെക്ടർ സ്കീം അല്ലെങ്കിൽ എക്സ്ക്ലൂഡിങ് ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ ഡിഫൻസ് ആൻഡ് സബ്സിഡീസ് ആണ്. അതുപോലെ തന്നെ 19% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് പല രീതിയിലുള്ള ലോണുകളൊക്കെ എടുക്കാറുണ്ടല്ലോ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്നൊക്കെ. അതിനുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റാണ് 19% എമൗണ്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് 8% എമൗണ്ട് എന്ന് വിളിക്കുന്നത് എന്താണ്, ഡിഫൻസ് ആണ്. 6% എമൗണ്ട് സബ്സിഡീസ് ആണ്. ആൻഡ് 9% എമൗണ്ട് ചിലവഴിക്കുന്ന ഫൈനാൻസ് കമ്മീഷൻ ആൻഡ് സബ്സിഡീസ് അതർ ട്രാൻസ്ഫേഴ്സ് ആണ്. ആൻഡ് 21% എമൗണ്ട് ചിലവഴിക്കുന്നത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ചിലവഴിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ നോക്കി 1 രൂപ എങ്ങനെ വരുന്നു, 1 രൂപ ഗവൺമെൻറ് എങ്ങനെ ചിലവാക്കുന്നു എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്തത് നമ്മൾ നോക്കിയത്. ഇനി ഏതൊക്കെ സ്കീമുകളിലേക്കാണ് പ്രധാനമായിട്ടും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പഴയ എമൗണ്ടിൽ നിന്നും എത്ര കൂടുതൽ അലോക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, പഴയ എമൗണ്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് അത് റെഫറൻസിന് വേണ്ടി തന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാനുള്ള മഹൻരേഗ പ്രോഗ്രാം, അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ഏകദേശം 86,000 കോടി രൂപ. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് 1200 കോടി രൂപ. ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് 2228 കോടി രൂപ. PLI ഫോർ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് 2143 കോടി രൂപ. ഡെവലപ്മെൻറ്റ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് 6,903 കോടി രൂപ. സോളാർ പവറിന് ഗ്രിഡിന് വേണ്ടിയിട്ട് ഏകദേശം 10,000 കോടി രൂപ.
ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ LPGക്ക് വേണ്ടിയിട്ട് ഏകദേശം 1500 കോടി രൂപ. അതുപോലെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഐഡിയ സ്കീമിന് വേണ്ടിയിട്ട് 3849 കോടി രൂപയാണ് 2024 ബഡ്ജറ്റിൽ എന്താണ് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റും. അതായത് 2023 കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ എമൗണ്ട് എന്താണ് അലോക്കേറ്റ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കീമുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇതുകൂടാതെ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് കീ സെക്ടേഴ്സിലാണ് നമ്മൾ പ്രധാനമായിട്ടും ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ എത്ര കോടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസിന് വേണ്ടിയിട്ട് ഏകദേശം ഗവൺമെൻറ് മാറ്റിവെക്കുന്ന 4.54 ലക്ഷം കോടി രൂപയാണ്. കൂടാതെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 2.65 ലക്ഷം കോടി രൂപയും, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് 1.51 ലക്ഷം കോടി രൂപയും, ഹോം അഫെയേഴ്സിന് വേണ്ടിയിട്ട് 1.50 ലക്ഷം കോടി രൂപയും, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 1.25 ലക്ഷം കോടി രൂപയും, IT ആൻഡ് ടെലികോം സെക്ടറിന് വേണ്ടിയിട്ട് 1.16 ലക്ഷം കോടി രൂപയും, ഹെൽത്തിന് വേണ്ടിയിട്ട് 0.89 ലാക്ക് ക്രോർ, എനർജിക്ക് വേണ്ടിയിട്ട് 0.68 ലാക്ക് ക്രോർ, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് 0.56 ലാക്ക് ക്രോർ, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് 0.47 ലാക്ക് ക്രോർ ആണ് എന്ത് ചെയ്യുന്നത് ടോട്ടൽ മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്, ഈ ബഡ്ജറ്റിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ടാക്സിൻ്റെ സ്ലാബുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് വരികയാണെങ്കിൽ ഏകദേശം 0 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ നമ്മൾ എന്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ എന്താണ് ടോട്ടൽ വരുമാനത്തിൻ്റെ 5% എന്താണ് ടാക്സ് ആയിട്ട് എന്ത് ചെയ്യണം, പേ ചെയ്യണം. അതുപോലെ തന്നെ 7 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ എന്താണ് 10%, 10 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ എന്താണ് 15%, 12 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ 20%, അതുപോലെ തന്നെ 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എന്താണ് 30% എന്ത് ചെയ്യണം, ടാക്സ് എന്ത് ചെയ്യണം, പേ ചെയ്യണം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് പേ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഏകദേശം ഇൻകം ടാക്സ് സേവിങ്സ് സാലറി എംപ്ലോയീസിന് കിട്ടുന്ന ഏകദേശം 17,500 രൂപ വരെ ആയിരിക്കും. കൂടാതെ ഇതിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്ന സാലറി എംപ്ലോയീസിന് എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട് 50,000 നിന്നും 75,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഡക്ഷൻ ഓൺ ഫാമിലി പെൻഷൻ ഫോർ പെൻഷനേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് 15,000 നിന്നും 25,000 ഇൻക്രീസ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും ഏത് ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയാണ്, ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഒന്നാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 2023-24 എക്കോണമിക് സർവേ പ്രകാരം ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശരാശരി വരുമാനമാണ്. അതായത് ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. അത് ഏകദേശം എത്രയാണ് പറയുന്നത് 2.212 ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതാണ് 2023-24 എക്കോണമിക് സർവേ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ളത് എന്താണ് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ബഡ്ജറ്റ് എസ്റ്റിമേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബോറോയിങ്സ് ഒന്നുമില്ലാതെ, അതായത് കടമെടുക്കലൊന്നുമില്ലാതെ ഗവൺമെൻറ് ടോട്ടൽ റെസീപ്റ്റ്സ്, അതായത് ടോട്ടൽ വരവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 32.07 ലക്ഷം കോടി രൂപയാണ് ഗവൺമെൻറ് ടോട്ടൽ വരവ്. ഇനി ടോട്ടൽ ചെലവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 48.21 ലക്ഷം കോടി രൂപയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെറ്റ് ടാക്സ് റെസീപ്റ്റ്സ് എന്ന് വിളിക്കുന്ന എത്രയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് 25.83 ലക്ഷം കോടി രൂപയും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്ന എത്രയാണ് ടോട്ടൽ GDPയുടെ 4.9% കൂടിയാണ്. അടുത്ത വർഷമാകുമ്പോഴേക്കും, അതായത് 2025 ആകുമ്പോഴേക്കും ഇത് ഏകദേശം എന്താണ് 4.5% കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്, ഗവൺമെൻറ് എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഗ്രോസ് ആൻഡ് നെറ്റ് മാർക്കറ്റ് ബോറോയിങ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഡേറ്റഡ് സെക്യൂരിറ്റീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 2024-25 എസ്റ്റിമേറ്റഡ് എന്ന് വിളിക്കുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 14.14 ലക്ഷം കോടി രൂപയും അതുപോലെ തന്നെ 11.63 ലക്ഷം കോടി രൂപയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്
ഈ ബഡ്ജറ്റിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് സ്പീച്ചിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്താണ്, ഇന്ത്യാസ് ലോ ആൻഡ് സ്റ്റേബിൾ ഇൻഫ്ലേഷൻ മൂവിങ് ടുവേർഡ്സ് 4% ടാർഗറ്റ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ 4% എത്തിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്താണ് ഈ ബഡ്ജറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് എവിടെ നോക്കാനുള്ളൂ, ബഡ്ജറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യാനുള്ളൂ, നോക്കാനുള്ളൂ. ഓക്കെ.